അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അമീറിന് അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. നാളെയാണ് അവൻ ജോലിക്ക് ജോയിൻ ചെയ്യുന്ന ദിവസം. അവൻ ഓരോന്നായി ഇങ്ങനെ ഓർത്തു കിടക്കുകയാണ്. അവന് അതിയായ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ സൈനുവിൻ്റെ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു കമ്പനിയാണ്. അവിടെ ജോലി കിട്ടുക എന്ന് വെച്ചാൽ നിസ്സാര കാര്യമൊന്നുമല്ല. തൻ്റെ കൂട്ടുകാർക്ക് പോലും, അത്യാവശ്യം നന്നായി പഠിച്ച് MBA എല്ലാം എടുത്ത കൂട്ടുകാർക്ക് പോലും അത്ര വലിയ ഒരു കമ്പനിയിൽ ജോലി കിട്ടിയിട്ടില്ല. ഇത് ആ കുരുത്തം കെട്ടവരുടെ റെക്കമെൻഡേഷനിൽ കിട്ടിയ ജോലിയാണ്. എങ്കിലും തനിക്ക് ഷൈൻ ചെയ്യാൻ, കൂട്ടുകാരുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ പറ്റിയ ഒരവസരമാണ്. ഇതെല്ലാം ആലോചിച്ചപ്പോൾ അവന് ഇങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണമെന്ന് തോന്നി. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ അവൻ്റെ കുടില ബുദ്ധി ഇങ്ങനെ പ്രവർത്തിക്കുകയാണ്. തൻ്റെ ഏട്ടത്തിയാണ്, അതുപോലെ തനിക്ക് ജോലി വാങ്ങിത്തന്നവളാണ് എന്ന പരിഗണനയൊന്നുമില്ലാതെ ആമിയുടെ ജോലി എങ്ങനെയെങ്കിലും കളയണം, അതിനുവേണ്ടി ഏതറ്റവും വരെ പോകണം. എന്നാൽ നാളെ അവിടെ ജോയിൻ ചെയ്ത് പെട്ടെന്നൊന്നും താൻ ആ കാര്യം ചെയ്യുകയില്ല. അവൻ വിചാരിച്ചു, ആദ്യം അവിടെ മെല്ലെ കയറിക്കൂടട്ടെ, അതിൻ്റെ ശേഷം അവിടുത്തെ കാര്യങ്ങൾ ഓരോന്നായി പഠിക്കണം. ആ ഓഫീസിൽ തനിക്ക് അനുകൂലമുള്ളവരും പ്രതികൂലമുള്ളവരും ഉണ്ടായിരിക്കാം ഒരുപക്ഷെ. അതിൽ അനുകൂലമുള്ളവരെ മെല്ലെ കയ്യിലെടുക്കണം. അതുപോലെ തന്നെ അവിടെയുള്ള ഓരോരുത്തരെയും കയ്യിലെടുത്ത് ആദ്യം ആമിയെ അവിടുന്ന് പുറത്താക്കണം. അതിനുവേണ്ടി താൻ ഏത് അറ്റം വരെയും പോകും. അവളെ ചതിയിലൂടെ അവിടെ നിന്ന് പുറത്താക്കണം. അതിൻ്റെ ശേഷം തൻ്റെ നിലവിലുള്ള പോസ്റ്റ് അക്കൗണ്ടിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സ്ഥാനത്ത് നിന്നും പതിയെ ആമിയുടെ സെക്രട്ടറി, പേഴ്സണൽ സെക്രട്ടറി എന്ന പോസ്റ്റിലേക്ക് കയറിക്കൂടണം. അതിനുള്ള ഓരോ കുരുട്ട് ബുദ്ധികളാണ് അവൻ ആലോചിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ അവന് ആ രാത്രി ഉറങ്ങുവാനേ കഴിഞ്ഞില്ല. ഇതേ കുടില ബുദ്ധിയോടുകൂടി ഒരാൾ കൂടി അവിടെ ഉറങ്ങാതെ കിടക്കുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ റസാഖായിരുന്നു. അവൻ ചിന്തിച്ചു, നാളെ ഇപ്പോൾ തൻ്റെ മകൻ അവിടെ കയറുകയാണ്. അതിൻ്റെ ശേഷം അവളെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കാൻ തൻ്റെ മോനോട് എത്രയും പെട്ടെന്ന് തന്നെ അവളെ അവിടെ നിന്ന് പുറത്താക്കാൻ തൻ്റെ മോനോട് പറയണം. എന്നാൽ ജോലിയും കൂലിയുമില്ലാതെ തൻ്റെ അടിമയായി പഴയ പോലെ തന്നെ ഈ വീട്ടിൽ അവൾ കഴിയണം. ഇപ്പോൾ തൻ്റെ വാക്കുകൾക്ക് ഒരു വിലയുമില്ല. തന്നെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുമാത്രമല്ല, താൻ അടിക്കാനായി കൈ ചൂണ്ടിയപ്പോൾ ആ കൈയിൽ കയറി അവൾ പിടിച്ചിരിക്കുന്നു. ആദ്യം താൻ എത്ര അടിച്ചാലും യാതൊരു ഭേദവുമില്ലാതെ നിന്ന് കൊണ്ടിരുന്നവളാണ് ഇപ്പോൾ തൻ്റെ കയ്യിൽ കയറി പിടിച്ച്. ഇതെല്ലാം അവൾക്ക് ഇപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും. തന്നെ എതിർത്താലും അവൾക്ക് ജീവിച്ചു പോകാനുള്ള കഴിവുണ്ട്, ഒരു ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട് എന്ന അഹങ്കാരം കൊണ്ടാണ് ഇനിയിപ്പോൾ അഥവാ താൻ ഇവിടെ നിന്ന് പുറത്താക്കിയാലും അവൾക്ക് പുറത്ത് തൻ്റെ ഭാര്യയെയും കൊണ്ട് പോയി സ്വയം നിൽക്കാനുള്ള ഒരു കഴിവുണ്ട്. അവൾ വിളിച്ചാൽ തൻ്റെ ഭാര്യ പോവുകയും ചെയ്യും. അതൊക്കെ തൻ്റെ ഒരു തോൽവിയാണ്. തൻ്റെ അടിമയായി നിന്നവൾ ഇപ്പോൾ തൻ്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. താൻ അടിച്ചപ്പോൾ തൻ്റെ കയ്യിൽ കയറി പിടിച്ചിരിക്കുന്നു. ഇതെല്ലാം അവസാനിക്കണമെങ്കിൽ അവളുടെ ആ ജോലി കളഞ്ഞ് ആദ്യത്തെ പോലെ തൻ്റെ കാൽ കീഴിൽ തന്നെ കൊണ്ടുവരണം. ഇന്ന് തന്നെ തൻ്റെ മോനോട് സംസാരിച്ച് അവനെ ഒന്നും കൂടെ പിരികേറ്റി നാളെ തന്നെ അവളുടെ ജോലി കളയിക്കണം. ഇതെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മുടെ റസാഖ് അമീറിനെ കാണാനായി അവൻ്റെ റൂമിലെത്തി. അവൻ ഉറങ്ങാൻ കിടന്നിരുന്നു. പക്ഷേ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല നമ്മുടെ അമീറിന്. അവനും ഓരോന്നാലോചിച്ച് കിടക്കുകയാണല്ലോ. അവൻ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ റസാഖ് വാതിലിൽ ഇങ്ങനെ തട്ടി, മോനെ, അമീർ മോനെ, വാതിൽ തുറക്ക് എന്നെല്ലാം പറഞ്ഞു.
ആരാണിപ്പോൾ ഈ നേരത്ത്? ഉപ്പയാണല്ലോ, എന്താ കാര്യം എന്നെല്ലാം വിചാരിച്ച് നമ്മുടെ അമ്മ വാതിൽ തുറന്നു. മോനെ, നാളെയല്ലേ നീ ജോലിക്ക് പോകുന്ന ദിവസം? കിടന്നിരുന്നോ, ഉറങ്ങിയിരുന്നോ ഉപ്പാൻ്റെ കുട്ടി എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല ഉപ്പ, ഞാൻ ഓരോന്നിങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്. എന്തെല്ലാം ചെയ്യണം എന്നും അവളെ അവിടെ നിന്ന് പുറത്താക്കുന്ന കാര്യം എല്ലാം ആലോചിച്ച് കിടക്കുകയായിരുന്നു എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ റസാക്കിന് സന്തോഷമായി. താൻ വിചാരിച്ചിരുന്ന കാര്യം തന്നെയാണ് തൻ്റെ മകനും ചിന്തിച്ചിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ എളുപ്പമായി. ഇനി കൂടുതലൊന്നും അവനോട് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതി. എങ്കിലും അവൻ പറഞ്ഞു, റസാക്ക് പറഞ്ഞു, മോനെ, നീ നാളെ അവിടെ കയറിയാൽ നാളെ തന്നെ അവളെ അവിടെ നിന്ന് പുറത്താക്കണം. ഇനി ഒരു നിമിഷം പോലും വൈകരുത്. അവളെ ജോലി നാളെ തന്നെ തെറിപ്പിച്ചിരിക്കണം. എൻ്റെ മോനെ ജോലി കിട്ടുകയും വേണം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അമീർ പറഞ്ഞു, ഉപ്പ, നാളെ തന്നെ ഞാൻ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവിടെയുള്ളവർക്ക് സംശയമാകും. കാരണം ഇത്രയും ദിവസം യാതൊരു കുഴപ്പമില്ലാതെ പോയിട്ട് ഞാൻ ജോയിൻ ചെയ്ത ദിവസം തന്നെ എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ പിന്നെ ആകെ പ്രശ്നമാകും. അതുകൊണ്ട് ധൃതി വേണ്ട, പയ്യെ തിന്നാൽ പനയും തിന്നാമെന്നല്ലേ. പതിയെ പതിയെ അവിടെ കയറിക്കൂടി അവിടെയുള്ള എല്ലാവരുടെയും വിശ്വാസം നേടിയെടുക്കണം. അതിൻ്റെ ശേഷം അവളിലുള്ള വിശ്വാസം കളഞ്ഞ് അവളെ അവിടെ നിന്ന് പുറത്താക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ റസാക്കിനും തോന്നി, അത് ശരിയാണ്. താൻ അത്ര അങ്ങ് ചിന്തിച്ചില്ല. ഇപ്പോഴുള്ള കുട്ടികൾക്ക് അല്ലെങ്കിലും പ്രായമുള്ളവരെക്കാൾ പണ്ടുള്ളവരുടെ ബുദ്ധിയൊന്നുമല്ല, അവർ ഒരു പടി മുന്നിലാണ്. അവൻ പറഞ്ഞതാണ് ശരി. ഇത്രയും ദിവസം യാതൊരു പ്രശ്നമില്ലാതെ പോയിട്ട് നാളെ അവൻ ജോലിക്ക് കയറിയ ദിവസം തന്നെ എന്തെങ്കിലും കാണിച്ച് അവിടെ നിന്ന് അവളെ പുറത്താക്കാൻ ശ്രമിച്ചാൽ അതൊരു സംശയത്തിന് ഇടയാകും. അത് ചിലപ്പോൾ തൻ്റെ മോൻ്റെ ജോലിയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ധൃതി വേണ്ട, പതിയെ 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 അവളെ അവിടെ നിന്ന് പുറത്താക്കാം. തൻ്റെ മകൻ പറഞ്ഞതാണ് ശരി എന്ന് വിചാരിച്ചു നമ്മുടെ റസാക്ക് അമീറിനോട് പറഞ്ഞു. ഞാൻ ഉപ്പ അത്ര അങ്ങ് ചിന്തിച്ചില്ല മോനെ, നീ പറഞ്ഞതാണ് ശരി. അവളെ പതിയെ അവിടെ നിന്ന് പുറത്താക്കണം. അതിന് മുൻപ് ഉപ്പാൻ്റെ കുട്ടി അവിടെ എല്ലാവരുടെയും വിശ്വാസം നേടിയെടുത്ത് നിൻ്റെ സ്ഥാനം അവിടെ ഉറപ്പിക്കണം എന്നെല്ലാം പറഞ്ഞു. എന്നാൽ ഇനി മോന് കിടന്നോളൂ, അല്ലെങ്കിൽ രാവിലെ പോകുമ്പോൾ ഉറക്കച്ചവടൊക്കെ ആയിട്ട് നിൻ്റെ മുഖം ഒരു ഉഷാറുണ്ടാവില്ല. ജോലിക്ക് പോകുന്ന ആദ്യ ദിവസം തന്നെ നല്ല ഉഷാറിൽ വേണം പോവാൻ. അതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങാൻ നോക്കി എന്നെല്ലാം പറഞ്ഞു. ശരി ഉപ്പ, എന്നാൽ ഞാൻ ഉറങ്ങട്ടെ എന്നെല്ലാം പറഞ്ഞ് അവൻ വാതിലടച്ചു. റസാക്ക് അവിടെ നിന്ന് പോയി. സമയം നമ്മുടെ ആമിയും അതുപോലെ തന്നെ റസിയയും ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. അവർക്കും ഒരു സമാധാനവുമില്ല. കാരണം അമീറിൻ്റെ സ്വഭാവം അവർക്കറിയാം. വീട്ടിൽ തന്നെ ആമിയെ ദ്രോഹിക്കുന്നവനാണ്. ഇനിയിപ്പോൾ ഓഫീസിൽ ചെന്നാൽ എന്തെങ്കിലും അവിടെയും അവളെ ദ്രോഹിക്കുകയോ അല്ലെങ്കിൽ അവളെ ഉപദ്രവിക്കുന്ന എന്തെങ്കിലും ആദ്യം വീട്ടിൽ നിന്ന് സഹിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ ജോലി സ്ഥലത്ത് കൂടി അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാക്കുമോ എന്നെല്ലാം ചിന്തിച്ച് ഇങ്ങനെ അവളും റസിയയും ആമിയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആമി പറഞ്ഞു, ഉമ്മ, അവൻ നേരാവുകയാണെങ്കിൽ നേരാവട്ടെ. ഇനിയിപ്പോൾ അവന് നല്ലൊരു ജോലിയും ഭാവിയും എല്ലാം ആയാൽ ആ ഒരു നന്ദിയെങ്കിലും അവൻ കാണിച്ചാലോ, എന്നോടുള്ള ദേഷ്യമെല്ലാം മാറിയാലോ. അങ്ങനെ വിചാരിക്കാം, നമുക്ക് പോസിറ്റീവായി ചിന്തിക്കാം, നമുക്ക് നെഗറ്റീവായി ഒന്നും ചിന്തിക്കേണ്ട എന്നെല്ലാം വിചാരിച്ച് അവൾ ഉമ്മാക്ക് ധൈര്യം കൊടുത്തു. റസിയയും പറഞ്ഞു, അങ്ങനെ ആവട്ടെ മോളെ, എല്ലാവൻ്റെ സ്വഭാവമാവുന്നത് കൊണ്ട് പറയാൻ പറ്റില്ല. പിന്നെ കൂട്ടിന് നിൻ്റെ ഉപ്പയും വല്യമ്മയും എല്ലാവരും ഇല്ലേ അവനെ ഉപദേശിക്കാൻ. അതും കേട്ട് അവൻ വല്ല അബദ്ധവും കാണിച്ചാലോ എന്ന് കരുതിയ ഉമ്മാക്ക് സമാധാനമില്ലാത്ത. ഇനി എന്തായാലും നമുക്ക് നോക്കാം എന്നെല്ലാം വിചാരിച്ച് അങ്ങനെ അവർ ഉറങ്ങാൻ കിടന്നു. എന്നാൽ ഇതേ സമയം നമ്മുടെ സൈനു മനോഹരമായ ഒരു സ്വപ്നം കാണുകയായിരുന്നു. അവൻ അന്ന് കണ്ട അതേ ഒരു ഗാർഡനും അവിടെ അവനിങ്ങനെ ബെഞ്ചിലിരിക്കുമ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന ഒരു സുന്ദരിയും, അതേ സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് അവൻ വീണ്ടും കിടക്കുന്നത്. യാദൃശ്ചികമായി ആ സ്വപ്നം തന്നെ അവനെ വീണ്ടും തേടിയെത്തുകയായിരുന്നു. കാരണം ആ പെണ്ണിൻ്റെ മുഖം, ആ സുന്ദരിയായ പെണ്ണിൻ്റെ മുഖം അന്ന് കാണുന്നതിന് മുൻപ് ഉമ്മ വിളിച്ച് അവൻ്റെ ആ സ്വപ്നം പാതി മുറിഞ്ഞു പോയിരുന്നു. അതിനെക്കുറിച്ച് തന്നെ ഇടയ്ക്കിടെ അവൻ ആരായിരിക്കും ആ പെണ്ണ് എന്ന് ചിന്തിച്ചത് കൊണ്ടായിരിക്കാം വീണ്ടും അവൻ ആ സ്വപ്നം തന്നെ കണ്ടത്.
എന്നാൽ ഇത്തവണ രാത്രി ആയതുകൊണ്ട് തന്നെ അവനെ ശല്യപ്പെടുത്താനോ വിളിച്ചുണർത്താനോ ആ സ്വപ്നം മുറിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ സ്വപ്നം പൂർണ്ണമായി. ആ സുന്ദരിയായ പെണ്ണിൻ്റെ മുഖം അവൻ കണ്ടു. ഇവളെ നല്ല പരിചയമുണ്ടല്ലോ, ഇവളാണോ ഇത് എന്നെല്ലാം വിചാരിച്ച് അവൻ ഒന്നും കൂടി ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ ആമിയുടെ മുഖമായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ ഞെട്ടിയുണർന്നു. അവൻക്ക് തൻ്റെ ആ ഒരു സ്വപ്നത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ വല്ലാത്ത ഒരു കുളിര് തോന്നി. കാരണം അവന് ആമിയോട് വല്ലാത്ത ഒരു ഇഷ്ടം ഉള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവൻ ഇതുവരെ അവളോടത് പറയുകയോ മറ്റാരോടും പറയുകയോ ചെയ്യാതെ അവൻ്റെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നു. കാരണം അവൻ്റെ ഓഫീസിൽ ഒരുപാട് സ്റ്റാഫുകളുണ്ട്, ആണുങ്ങളായിട്ടും പെണ്ണുങ്ങളായിട്ടും ഒരുപാട് സ്റ്റാഫുകളുണ്ട്. എന്നാൽ ഇത്രയും സത്യസന്ധതയും കൃത്യനിഷ്ഠയും അതുപോലെ തന്നെ കുടുംബത്തോട് സ്നേഹവും ഇത്രയും കരുതലുമുള്ള, പിന്നെ നല്ല ദീനീയ ചിട്ടയുമുള്ള ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ അവൻ ആദ്യമായി കാണുകയായിരുന്നു. അവൻ്റെ PA എന്നതിലുപരി അവൻക്ക് അവൾ ആരൊക്കെയോ ആണ് എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ അവളോട് ഷെയർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ അവളുടെ എല്ലാ കാര്യങ്ങളും, വീട്ടിലെ കാര്യങ്ങളും, എന്ത് വിഷമമുണ്ടായാലും ചോദിച്ചറിയുകയും അതിനെന്തെങ്കിലും അവനെക്കൊണ്ട് കഴിയുന്ന പരിഹാരങ്ങളാണെങ്കിൽ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഈ ഒരു സ്വപ്നം കൂടി ആയപ്പോൾ അവന് വല്ലാത്ത ഒരു സന്തോഷം തോന്നി. അവന് ഈയിടെയായി ഉമ്മയും ഉപ്പയും അവൻ്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാറുമുണ്ടായിരുന്നു. കാരണം ഉമ്മാക്കൊരു തുണ വേണം. പിന്നെ സൈനുവിനാണെങ്കിൽ ഏകദേശം പ്രായം 30 കഴിഞ്ഞു. അപ്പോൾ അവന് ഒരു കൂട്ട് വേണ്ട സമയമായിരിക്കുന്നു. വരട്ടെ, ഇനി ഉമ്മയും ഉപ്പയും പറയുമ്പോൾ നമ്മുടെ ആമയുടെ കാര്യമൊന്ന് സൂചിപ്പിക്കണം എന്നെല്ലാം അവൻ മനസ്സിൽ കരുതി. കാരണം ഉമ്മാക്കും ഉപ്പാക്കും എതിർപ്പുണ്ടാവില്ല. കാരണം അവളെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് 100 നാവാണ്. അവർ സ്വത്തോ അല്ലെങ്കിൽ പണമോ ഒന്നുമല്ല ആഗ്രഹിക്കുന്നത്, നല്ലൊരു പെൺകുട്ടിയെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സമ്മതക്കുറവൊന്നും ഉണ്ടായിരിക്കില്ല. ഇനി ആമയുടെ മനസ്സാണ് അറിയേണ്ടത്. അവളോട് എങ്ങനെ സംസാരിക്കും എന്നൊന്നും ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. ഇനി അഥവാ അവൾക്ക് തന്നെ അങ്ങനെ കാണാൻ കഴിയില്ല, അവൾക്ക് തന്നെ ഒരു ബോസായിട്ട് തൻ്റെ യജമാനായിട്ടാണ് കാണാൻ കഴിയുന്നതെങ്കിൽ സംഗതി ആകെ കുഴപ്പമാകില്ലേ. അതുകൊണ്ട് ഇത് എങ്ങനെ അവളോട് അവതരിപ്പിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് നമ്മുടെ സൈനു. വരട്ടെ, എന്തെങ്കിലും ഒരവസരം കിട്ടാതിരിക്കില്ല, ആ സന്ദർഭത്തിൽ പറയാം എന്നെല്ലാം വിചാരിച്ച് അവളുടെ മനസ്സുകൂടി അറിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ വീട്ടിൽ അവതരിപ്പിച്ചിട്ട് കാര്യമുള്ളൂ എന്നെല്ലാം അവൻ ചിന്തിക്കുകയാണ്. അമീറാണെങ്കിൽ അങ്ങനെ ഉറങ്ങാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അവൻ ഒരു കാര്യം ആലോചിച്ചത്. തനിക്ക് ജോലി കിട്ടിയ കാര്യം കൂട്ടുകാരോടൊന്നും ഷെയർ ചെയ്തിട്ടില്ല. ജോലിക്ക് കയറുന്നതിൻ്റെ തലേ ദിവസം സർപ്രൈസായിട്ട് പറയാമെന്നാണ് കരുതിയത്. കാരണം അതിനിടയിൽ പറഞ്ഞ അഥവാ എങ്ങാനും ഇത് പിന്നെ മിസ്സായി പോയാൽ പിന്നെ അത് തനിക്കൊരു മാനക്കേടാണ്. അതുകൊണ്ട് തന്നെ ജോലിക്ക് കയറുന്നതിൻ്റെ തലേ ദിവസം സർപ്രൈസായിട്ട് എല്ലാവരോടും പറയാം. ആരെങ്കിലും ഓൺലൈനിലുണ്ട് എന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചു. ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞു കളയാം, ഓരോരുത്തരോട് പേഴ്സണലായി പറയണ്ടല്ലോ. ഗ്രൂപ്പിലാകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും എന്നെല്ലാം വിചാരിച്ച് അവൻ ഓൺലൈനിൽ കയറി. സമയം 12 മണിയായിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ ഫസലും റഹീമും മുജീബും സിനാനും എല്ലാവരും ഓൺലൈനിലുണ്ട്. എന്തൊക്കെയാടാ വിശേഷങ്ങൾ, അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞ് അവർ ഓരോരുത്തരായിട്ട് ചെറുപറ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അമീർ ഹായ് ഗൈസ് എവിടെടാ എന്നെല്ലാം പറഞ്ഞൊരു മെസ്സേജ് വിട്ടത്. അപ്പോഴാണ് കൂട്ടുകാർ നീ ഉണ്ടോ ഇവിടെ, എന്നിട്ട് എന്താടാ നീ ഇത്ര നേരമായിട്ട് ഗ്രൂപ്പിലൊന്നും കയറാത്തത്, അല്ലെങ്കിൽ നീ 2 മണി വരെ ഉണ്ടാവുന്നതാണല്ലോ, ഇന്നിപ്പോൾ എന്തു പറ്റി എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എടാ ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പോഴാണ് ഫസൽ ചോദിച്ചത്, എന്താടാ പറയടാ, വല്ല പാർട്ടിയുമുണ്ടോ, നാളെ നമുക്ക് ഒന്ന് കൂടണോ, എന്താണ് നീ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതോ വല്ല സിനിമക്കും പോകണോ, അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോകണോ, പറയടാ എന്നെല്ലാം പറഞ്ഞു. കാരണം അമീർ അങ്ങനെയാണ്, ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മിക്കവാറും വല്ല ഫുഡ് അടിക്കാൻ പോകുന്ന കാര്യമോ ട്രിപ്പ് പോകുന്ന കാര്യമോ
അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അവൻ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ചോദിച്ചു, അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ അമീർ പറഞ്ഞു, അല്ലടാ, എനിക്ക് ജോലി കിട്ടി. നാളെയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അതും എവിടെയാണെന്നറിയുമോ? റാഹത്ത് ഗ്രൂപ്പിൽ. എൻ്റെ പെങ്ങൾ ജോലി ചെയ്യുന്നില്ലേ അവിടെ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും കൂട്ടുകാരെല്ലാം കൂടി ഒന്നിച്ചവനെ ആക്രമിക്കുകയായിരുന്നു. എടാ ദുഷ്ട, എന്നിട്ട് ഇപ്പോഴാണോ നീ പറയുന്നത്? അല്ലെങ്കിലും നിനക്കൊരാവശ്യം വന്നപ്പോൾ നീ ഞങ്ങളെയെല്ലാം മറന്നു പോയല്ലേ? വല്ലാത്ത ഒരു സാധനം തന്നെ എന്നെല്ലാം പറഞ്ഞ് അവരെല്ലാം ഇങ്ങനെ അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിഭവം പറയുന്നുണ്ട് ചിലർ. അപ്പോൾ അമീർ പറഞ്ഞു, സോറി എടാ മുത്തേ, സോറി. ഞാൻ ഒരു സർപ്രൈസായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം തന്നെ പറയാമെന്ന് കരുതി. അതുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ട് പറയാതിരുന്നത് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഫസൽ പറഞ്ഞു, ചിലവുണ്ട് കേട്ടോ. നാളെ തന്നെ നമുക്ക് മസാലിയിൽ പോയിട്ട് നല്ല ഒരു ചിക്കൻ മന്തി ഓർഡർ ചെയ്യണം. നാളെ നിൻ്റെ വകയാവട്ടെ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അമീർ പറഞ്ഞു, അപ്പോഴേക്ക് നിങ്ങൾ എന്നെ അങ്ങോട്ട് ചാമ്പാതടാ. ജോലി കിട്ടിയിട്ടല്ലേ ഉള്ളൂ, ശമ്പളം കിട്ടിയിട്ടില്ലല്ലോ. ആദ്യത്തെ ശമ്പളം കിട്ടട്ടെ, അന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഞാൻ എൻ്റെ വക ട്രീറ്റ് തരുന്നുണ്ട്. അതുവരെ ഒന്ന് ക്ഷമിക്കും മുത്തുമണികളെ എന്നെല്ലാം പറഞ്ഞു. ഓക്കേടാ, എന്നാൽ തൽക്കാലം ഞങ്ങൾ ക്ഷമിക്കാം. ഫസ്റ്റ് സാലറി കിട്ടുന്ന ദിവസം ഇനി വാക്ക് മാറ്റി പറയരുത് നീ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അമീർ പറഞ്ഞു, റസാക്കിൻ്റെ മകൻ അമീറിന് ഒരു വാക്കേ ഉള്ളൂ, ഞാൻ നിങ്ങൾക്ക് ചിലവ് തരുമെന്ന് പറഞ്ഞാൽ തരൂ. ഫസ്റ്റ് സാലറി കിട്ടട്ടെ ഇൻഷാ അല്ലാഹ്. എന്നാൽ ഓക്കേടാ, ഞാൻ ഉറങ്ങട്ടെ, രാവിലെ നേരത്തെ പോകാനുള്ളതാണ്. ഇനിയിപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ ആയിട്ട് ചടപ്പിക്കണ്ട എന്നെല്ലാം പറഞ്ഞ് അവൻ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു. അവൻ ആ ഗ്രൂപ്പിൽ നിന്നും പുറത്തേക്ക് പോന്നു. അപ്പോൾ ഓക്കേടാ, ശരി, എന്നാൽ നാളെ കാണാമെന്നെല്ലാം പറഞ്ഞ് കൂട്ടുകാരും പിരിഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ആമിയും അതുപോലെ തന്നെ അമീറും ജോലിക്ക് പോവാനായി റെഡിയായി വന്നു. അവനെ കണ്ടതും നമ്മുടെ റസാക്കും ജമീലത്തെയും പറഞ്ഞു, എൻ്റെ മകൻ രാജകുമാരനായിട്ടുണ്ടല്ലോ. റസാക്ക് പറഞ്ഞു, രാജകുമാരനായിട്ടുണ്ടല്ലോ. എന്താണ് അവൻ്റെ ഒരു എടുപ്പ്? എന്താണ്, ആരും കണ്ടു നിന്ന് പോവും, നോക്കി നിന്ന് പോവും എന്നെല്ലാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആമിയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഇവിടെ പലരും പോകാൻ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ, പട്ടി ചന്തക്ക് പോകുന്നത് പോലെ എന്നെല്ലാം പറഞ്ഞ് അവളെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. അത് കേൾക്കാത്ത ഭാവം നമ്മുടെ ആമി നിന്നു. കാരണം അവിടെ പിന്നെ ഒരു പ്രശ്നമായാൽ തൻ്റെ അനിയൻ ആദ്യം പോകുന്ന ദിവസമല്ലേ, ഉപ്പാൻ്റെ പോലെ താനുമായാൽ അവിടെ പിന്നെ ഒരംഗം നടക്കും. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ച് അവൾ മിണ്ടാതെയിരുന്നു. അവൾ അമീറിനോട് പറഞ്ഞു, എന്നാൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് വേഗം പോരാൻ നോക്ക് എന്ന് പറഞ്ഞു. അവൻ ആദ്യം റസാക്കിൻ്റെ അടുത്ത് പോയി. ഉപ്പ, എന്നാൽ ഞാൻ പോയിട്ട് വരാം, എല്ലാം നന്നായി വരാൻ ഉപ്പ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ജമീലത്തൻ്റെ അടുത്ത് പോയി. വല്യമ്മ, അപ്പം ഞാൻ പോയി വരാട്ടോ, വന്നിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞ് അവരോട് യാത്ര പറഞ്ഞു. അതിൻ്റെ ശേഷം ഹാജറായോടും കുഞ്ഞിനോടും എല്ലാവരോടും യാത്ര പറഞ്ഞു ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ആമി ചോദിച്ചു, അല്ല, നീ എന്താ ഉമ്മാനോട് യാത്ര പറയാത്തത്? എല്ലാവരോടും നീ യാത്ര പറഞ്ഞു കഴിഞ്ഞു. നിനക്ക് ജന്മം തന്ന ഉമ്മയില്ലേ, നീ ആദ്യമായി ജോലിക്ക് പോകുമ്പോൾ ഉമ്മായോടല്ലേ പറയേണ്ടത് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവരെന്നെ മൈൻഡിൽ പോലും ചെയ്യാത്ത ആളാണ്, എനിക്ക് അവരോട് യാത്ര പറയേണ്ട ആവശ്യമില്ല, നീ പോരുന്നുണ്ടോ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, ഉമ്മാനോട് യാത്ര പറയാതെ നീ ജോലിക്ക് വരേണ്ട, ഞാൻ പോവുകയാണ്, മര്യാദക്ക് ഉമ്മാനോട് യാത്ര പറഞ്ഞു വാ എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും അമീർ മനസ്സില്ല മനസ്സോടെ റസിയാൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഞാൻ പോയി വരാം, എന്നാൽ ഓക്കെ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, ഇതെന്ത് യാത്ര പറച്ചിലാടാ ഉമ്മ, ഞാൻ ജോലിക്ക് പോവുകയാണ്, ഉമ്മാൻ്റെ പ്രാർത്ഥന ഉണ്ടാവണം, നീ മര്യാദക്കാണല്ലോ ഉപ്പാനോട് വല്യമ്മാനോടൊക്കെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നെല്ലാം പറഞ്ഞു, അതുപോലെ ഉമ്മാനോടും പറയും എന്നെല്ലാം പറഞ്ഞു. അവൻ ഇങ്ങനെ ദേഷ്യം കടിച്ചമർത്തി, അണപ്പല്ലിങ്ങനെ കടിച്ചമർത്തി മുഖത്തൊരു കൃത്രിമ ചിരിയും വരുത്തിക്കൊണ്ട് പറഞ്ഞു, ഉമ്മ, എന്നാൽ ഞാൻ പോയി വരാട്ടോ, ഉമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നന്നായി വരാൻ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ റസിയ പറഞ്ഞു, ഉമ്മാൻ്റെ കുട്ടി നന്നായി വരട്ടെ, ആദ്യമായി ജോലിക്ക് പോവുകയല്ലേ, ഉമ്മാൻ്റെ എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവും, നന്നായി വരട്ടെ എന്നെല്ലാം പറഞ്ഞു. അവനെങ്ങനെ സ്നേഹത്തോടെ കവളിൽ തലോടി.
ഇത് കണ്ട് റസാഖും ജമീലത്തയുമെല്ലാം പുച്ഛത്തോടെ ചിരിയും കൂട്ടി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ അമീറും ആമിയും യാത്ര പറഞ്ഞ് ആദ്യത്തെ അവൻ്റെ ജോലിക്കായി അവിടെ നിന്നും പടിയിറങ്ങി.